ചേർന്നിടാം. സർഗഭാഗ്യം എത്രയോഗ്യം ആർക്കു വർണ്ണിക്കാം. ആദിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറും. ഞാനും നിങ്ങളും മനസ്സിലാക്കുക, നമ്മൾ വന്നെത്തിയ ദിവസങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവരെ, സഭ മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ ദൈവത്തിൽ പറഞ്ഞ പോലെ ഈ മർമ്മം മഹദിയാം ബാബിലോൺ അത് നടക്കുവാൻ കാര്യങ്ങൾ ഒരുക്കപ്പെട്ടു. ഓടിച്ചു പോകാം. നമുക്ക് വെളിപാട് 17-ാം അധ്യായത്തിൽ വരാം. ഞാൻ രണ്ടാമത്തെ ഭാഗം എടുക്കാൻ ഒക്കില്ല. ഞാൻ ഒരു ഗവൺമെന്റിനെ കുറിച്ച് പറയണമെന്ന് വിചാരിച്ചു. നിവൃത്തിയില്ല, ക്ഷമിക്കണം. ഇതെങ്കിലും ഞാൻ കുറെ എടുക്കട്ടെ. 17-ാം അധ്യായം എടുത്താട്ടെ. അവിടെ നമ്മൾ കണ്ടു ഒരു മർമ്മം. ഈ സ്ത്രീ നമ്മൾ കണ്ടു ഉൽപ്രാവണത്താൽ സഭ മാറ്റപ്പെട്ട ശേഷം നമ്മൾ കണ്ടു ഇന്ന് കത്തോലിക്ക സഭ ഭയങ്കര ശക്തമായി പോപ്പിന്റെ നേതൃത്വത്തിൽ മതങ്ങളെ ഒന്നിപ്പിക്കുവാൻ, ഇസ്ലാം മതത്തെ വരെ ഒന്നിപ്പിക്കുവാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. യാതൊരു തർക്കവുമില്ല. കേരളത്തിൽ നിന്ന് നമ്മൾ കണ്ടു ശ്രീനാരായണ ഗുരുവിന്റെ ആളുകൾ അവര് പോയിരിക്കുന്നത് എങ്ങോട്ടാ? പോപ്പിന്റെ അടുക്കൽ പോയിരിക്കുകയാണ്. പോപ്പിന്റെ അടുക്കൽ എന്തിനാ അങ്ങോട്ട് പോയത്? എല്ലാം ഒന്നിക്കുവാൻ. എല്ലാ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, നമ്മൾ വന്നെത്തിയ ദിവസം ദൈവവചനത്തിലൂടെ ഓർപ്പിക്കുകയാണ്. സഭ മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ഈ മൃഗം അവസാനം പ്രത്യക്ഷപ്പെടുന്ന ഭരണകർത്താവ്, ആ മൃഗത്തിന്റെ പുറത്തിരിക്കുകയാണ് ഈ സ്ത്രീ. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഈ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് ഈ സ്ത്രീയാണ്, മതമാണ്. നിങ്ങൾ റോമൻ സഭയുടെ ചരിത്രം പഠിച്ചാൽ, ആ റോമൻ സഭ വാസ്തവത്തിൽ ഭരണം നടത്താൻ ആഗ്രഹിച്ചാൽ രാജാക്കന്മാരെ വാഴിക്കുകയും രാജാക്കന്മാരെ അധികാരത്തിൽ നിന്ന് മാറ്റുകയും ചെയ്ത, കൊന്ന് ഒടുക്കിയ ഒരു മതമാണ് ഈ റോമൻ സഭ. ഇവിടെ ദൈവം വെളിപ്പെടുത്തി മർമ്മം മഹദിയാം ബാബിലോൺ. അവളെ കുറിച്ച് പറഞ്ഞു, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവാണ്. ഈ മ്ലേച്ഛത എന്ന് പറയുന്നത് ബൈബിളിൽ പറയുന്നത് ബിംബാരാധനയ്ക്കാണ്. ഒരു വാക്യം ഒന്ന് നോക്കുകയും, 1 രാജാക്കന്മാർ 11-ാം അധ്യായം 5 തൊട്ട് 7 വരെയുള്ള വാക്യം. 1 രാജാക്കന്മാർ 11 5 തൊട്ട് 7 വരെയുള്ള വാക്യം. ശലോമോൻ സീദോന്യ ദേവിയായ അസ്തരോത്തിനെയും അമോന്യരുടെ മ്ലേച്ഛവിഗ്രഹമായ മിൽക്കോമിനെയും ചെന്ന് സേവിച്ചു. തന്റെ അപ്പനായ ദാവീദിനെ പോലെ യഹോവയെ പൂർണ്ണമായി അനുസരിക്കാതെ ശലോമോൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അന്ന് ശലോമോൻ യെരൂശലേമിനെതിരെയുള്ള മലയിൽ മോവാബ്യരുടെ മ്ലേച്ഛവിഗ്രഹമായ കെമോഷിനും അമോന്യരുടെ മ്ലേച്ഛവിഗ്രഹമായ മോലെക്കിനും ഓരോ പൂജാഗിരി പണിതു. 3 പ്രാവശ്യം ബിംബങ്ങളെ മ്ലേച്ഛം എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൺമുമ്പിൽ മ്ലേച്ഛത എന്ന് പറയുന്നത് ഈ ബിംബങ്ങളെ ആരാധിക്കുന്നതാണ്. ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശലോമോന്റെ കാലത്ത് മ്ലേച്ഛ വിഗ്രഹങ്ങളെ. ഇവിടെ നമ്മൾ നോക്കിക്കാട്ടെ, ഈ മർമ്മം മഹദിയാം ബാബിലോൺ, ഇതിനകത്തൊരു മർമ്മമുണ്ട്, ഇതിനകത്ത് മറഞ്ഞു കിടക്കുന്ന ഒരു സത്യമുണ്ട്. അവരാണ് നമ്മളിവിടെ കണ്ടതുപോലെ സകല മ്ലേച്ഛതകളുടെയും നോക്കിയേ മാതാവാണ്. ക്രിസ്തീയ സഭയിൽ ബിംബാരാധന എവിടുന്ന് വന്നു? ജന്മം കൊടുത്തൊരു മാതാവുണ്ട്. ആ മാതാവ് ആരാണെന്നാണ് നമ്മൾ കണ്ടത്? 7 തലയുള്ള ആ സ്ത്രീ 7 തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാണ്. അവ 7 രാജാക്കന്മാരുമാണ്. അത് സമയമുണ്ടെങ്കിൽ ഞാൻ എടുക്കാം, രാജാക്കന്മാരുമാണെന്നുള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ 9-ാം വാക്യം നമ്മൾ വായിച്ചു. അതിൻ്റെ 15-ാം വാക്യം നോക്കാട്ടെ. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശ്യയിരിക്കുന്നതുമായ വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. നോക്കുക, ഈ വേശ്യ ആരാണ്? വംശങ്ങൾ, ഭാഷകൾ, പുരുഷാരം അവരുടെ മേൽ ഇരിക്കുന്നതാണ്. 18-ാം വാക്യം കൂടെ വായിച്ചേ. 18-ാം വാക്യം. നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം. ഒരു പ്രത്യേക സ്ഥലമാണ്, ഒരു നഗരം. ആ നഗരത്തിന് ലോകത്തിൽ മറ്റനേക രാജ്യങ്ങളുടെ മേൽ സ്വാധീനതയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അത് റോമല്ലാതെ മറ്റൊന്നുമല്ല. ഇവിടെ നമ്മൾ കണ്ടു. ഇനി ഞാൻ ആ ഭാഗത്തൊന്ന് പറയട്ടെ. ഈ സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ
6-ാം വാക്യത്തിൽ 17-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ വിശുദ്ധന്മാർ വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷിയുടെ രക്തവും കുടിച്ച് സ്ത്രീ മധ്യയായിരിക്കുന്നത് ഞാൻ കണ്ടു. ദൈവം ആദ്യം വെളിപ്പെടുത്തി ഇതൊരു മാതാവാണ്. രണ്ടാമത് വെളിപ്പെടുത്തി അവൾ വിശുദ്ധന്മാരുടെ രക്തം, യേശുക്രിസ്തുവിന്റെ സാക്ഷികളുടെ രക്തം കുടിച്ചു മധ്യയായിരിക്കുകയാണ്. സഭാ ചരിത്രം അറിയാവുന്നവർക്ക് അറിയാം. AD 590 തൊട്ട് AD 1517 വരെ അന്ധകാര യുഗം എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. ദൈവജനം അറിയത്തില്ല. ദൈവജനം വായിപ്പാൻ സാധാരണക്കാർക്ക് അവകാശമില്ല. സഭയ്ക്ക് പുരോഹിതന്മാർ മാത്രമേ വായിക്കാൻ അനുവാദമുള്ളൂ. ആദ്യം വേദപുസ്തകം വിവർത്തനം ചെയ്ത, ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് വിക്ലിഫ് എന്ന് പറയുന്ന ആളാണ്. ഞാൻ വായിച്ചിട്ട് സങ്കടം വന്നുപോയി. ആ മനുഷ്യൻ ഒളിച്ചു നടക്കുകയായിരുന്നു. അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്തിട്ട് കത്തോലിക്ക സഭ അദ്ദേഹത്തെ ചുട്ടുകരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് വിക്ലിഫ് ബൈബിൾ ട്രാൻസ്ലേഷൻ, ഈ പ്രിന്റിംഗ് ഒക്കെ നടക്കുന്നത്. വേദപുസ്തകം ഇംഗ്ലീഷിലേക്ക് മനുഷ്യന് വായിക്കുവാൻ ആദ്യം ഭാഷാന്തരം ചെയ്ത വിക്ലിഫിനെ ഈ കത്തോലിക്ക സഭ ചുട്ടുകൊന്നു. എന്താ കാരണം? ബൈബിള് സാധാരണക്കാർ വായിക്കണ്ട. നിങ്ങൾക്കറിയാമോ, ഈ അന്ധകാര യുഗത്തിന്റെ കാലഘട്ടം ഏതാണ്ട് 1000 വർഷം കണക്കാക്കപ്പെടുന്നു. ഏതാണ്ട് 50 ദശലക്ഷം ആളുകളെ കത്തോലിക്ക സഭ കൊന്നു. 1-2 അല്ലേ, 500 ലക്ഷം. 1000 വർഷം കൊണ്ട് 50 ദശലക്ഷം, അതായത് 500 ലക്ഷം ആളുകളെ കൊന്നൊടുക്കി റോമൻ കാത്തോലിക് ചർച്ച്. അല്ലെങ്കിൽ വരട്ടെ, വെല്ലുവിളിക്കുന്നു, വരട്ടെ. ചരിത്രം നിങ്ങൾ എടുത്തു നോക്കുക. ചരിത്രത്തിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ കൊണ്ട് തീർന്നില്ലേ? സ്പാനിഷ് ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞ് സ്പെയിനിൽ നടന്ന ഭയങ്കരമായ ഒരു പീഡയുണ്ട്. അന്ന് കത്തോലിക്ക സഭ ഏതാണ്ട് 3-4 ലക്ഷം പേരെ കൊന്നൊടുക്കി. അവിടെ കൊണ്ട് തീർന്നില്ലേ? 1940-50കളിൽ കൊളംബിയയിലെ ലക്ഷോപലക്ഷം ജനങ്ങളെ അവിടെ കൊന്നൊടുക്കി കത്തോലിക്ക സഭ. ഈ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുന്നു റഷ്യയിൽ. എടുക്കാനൊന്നും നേരമില്ല. ഈ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്നപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾക്ക് പണം ആരാ കൊടുത്തത്? കത്തോലിക്ക സഭയാണ്. എന്താ കാരണം? റഷ്യയിൽ ഓർത്തഡോക്സ് സഭയാണ് ഉണ്ടായിരുന്നത്. ഓർത്തഡോക്സ് സഭയെ നശിപ്പിക്കാൻ കത്തോലിക്ക സഭ പണം മുടക്കി അവിടെയുള്ളവരെ കൊല്ലാൻ അനുവദിച്ചു. ഇവിടെ കണ്ടോ വായിച്ചിരിക്കുന്നത്? ഈ 17-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം കണ്ടോ? അവിടെ നമ്മൾ വായിച്ചെന്താ? വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷിയുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായി. കത്തോലിക്ക സഭയുടെ ചരിത്രം വേദപുസ്തകം വായിക്കാൻ അനുവദിക്കത്തില്ല. വിശുദ്ധന്മാരെ കൊന്നൊടുക്കിയ ചരിത്രമാണ് ഇത്. അവർക്ക് നിഷേധിപ്പാൻ സാധ്യമല്ലാത്ത ചരിത്രമാണ്. എന്നാൽ ഇവിടെ വായിക്കുന്നു മർമ്മം മഹദിയം ബാബിലോൺ. ഇതൊരു മർമ്മമാണ്. ഇതിന്റെ പുറകിൽ ഒരു മർമ്മമുണ്ട്. എന്താണ് ഈ മർമ്മം? നമ്മൾ ഓർക്കണം, ബാബിലോൺ എന്ന് പറയുന്നത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ വായിക്കുന്നു 6 തൊട്ട് 10 വരെയുള്ള വാക്യം. നോഹയുടെ മകനായ ഹാം, നോഹയ്ക്ക് 3 മക്കളാണ്, ഷേം, ഹാം, യാഫത്ത്. വായിക്കാൻ നേരമില്ല, ഞാൻ പറയാം. ആ നോഹയുടെ പുത്രനായ ഹാം, ഹാമിന്റെ പുത്രനാണ് കൂഷ്. കൂഷിനൊരു മകനുണ്ട്. 10-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ അവന്റെ പേരാണ് നിമ്രോദ്. നിമ്രോദ്. കൂഷ് നിമ്രോദിനെ ജനിപ്പിച്ചു. നോഹ, ഹാമ്, കൂഷ്, നിമ്രോദ് 4ാമത്തെ ജനറേഷനാണ്. ഏതാണ്ട് 100 വർഷം കഴിഞ്ഞു. ജലപ്രളയം ഉണ്ടായിട്ട് 100 വർഷം കഴിഞ്ഞു നിമ്രോദ് വരുമ്പോൾ. എന്ന് പറഞ്ഞാൽ അന്ന് ജനസംഖ്യ പെറ്റുപെരുകി 100 വർഷം കൊണ്ട്. നിമ്രോദ് എന്ന വാക്കിന്റെ അർത്ഥം സ്ട്രോങ് ഹീബ്രു കൺകോർഡൻസ് പറയുന്നത് റിബൽ എന്നാണ്. റിബൽ എന്ന് പറഞ്ഞാൽ മറുതലിക്കുന്നവൻ. 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നോക്കി. നിമ്രോദിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അവന്റെ രാജ്യത്തിന്റെ ആരംഭം ശിനാർ ദേശത്ത് ബാബേൽ,
ഏരൻ, അഖാദ്, കൽനെ എന്നിവയായിരുന്നു. 4 പട്ടണം പറയുന്നുണ്ട്. ഈ നിമ്രോദ് രാജാവാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ 4 പട്ടണങ്ങളെ അവൻ ഭരിക്കുന്നുണ്ട്. 9-ാം വാക്യം വായിച്ചാട്ടെ. 9-ാം വാക്യം. അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ട് വീരനായിരുന്നു. അവൻ യഹോവയുടെ മുമ്പാകെ ഒരു വീരനാണ്. അതുകൊണ്ട് മതി. അവന്റെ പേര് റിബൽ എന്നാണ്. മറുതലിക്കുന്നവൻ, ദൈവത്തിന്റെ മുമ്പാകെ വീരനായ ഒരു മനുഷ്യൻ, അവനൊരു രാജഭരണം നടത്തുന്ന പോലെ ഒരു വലിയവൻ. അവൻ എന്താ ചെയ്തത് നോക്കുക. 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കിയാട്ടെ. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ശിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ കൂടിയിരുന്നു. ഇനി 3-4 വാക്യം. അവർ തമ്മിൽ വരുവിൻ, നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണും കുമ്മായമായും ഉപയോഗിച്ച് വരുവിൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിക്കാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിത. നിമ്രോദ് ദൈവത്തോട് എതിർത്ത് നിൽക്കുന്നവൻ. വരുവീൻ, അവൻ ആളുകളെ കൂട്ടി. നിങ്ങൾ ഓർക്കണം, ഉൽപ്പത്തി പുസ്തകം 9:1 നോഹയോട് ദൈവം പറഞ്ഞ വാക്കെന്താണ്? നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറയുവാൻ പറഞ്ഞു. ഫിൽ ദ വേൾഡ്, ലോകത്തിൽ ആകമാനം നിറയാൻ പറഞ്ഞപ്പോൾ മറുതലിപ്പുള്ള നിമ്രോദ് എന്ന് പറയുന്ന മനുഷ്യൻ പറയുകയാണ്, പോകരുത്, നമുക്ക് ചിതറിപ്പോകരുത്, നമുക്ക് ഒന്നിച്ചു നിൽക്കാം, ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം കൂടെ നമുക്ക് പണിയാം. ഇവൻ ദൈവത്തോട് റിബല് ചെയ്യുകയാണ്. എന്തിനാ ഈ ആകാശത്തോളം എത്തുന്ന ഗോപുരം പണിതത്? ഈ ആകാശത്തോളം എത്തിയ ഗോപുരം, അതിന്റെ പേരാണ് സിഗുററ്റ്. SIGURAT, സിഗുററ്റ്. അവിടെ ഖനനങ്ങൾ നടത്തി. നമ്മൾ ജീവിക്കുന്ന കാലത്ത് ആ പ്രദേശത്ത് ഖനനങ്ങൾ നടത്തി. ഖനനങ്ങൾ നടത്തിയപ്പോൾ അവിടെ 20 സിഗുററ്റ്സ് കണ്ടുപിടിച്ചു. അതായത് ഖനനം ചെയ്തു ഇതുപോലുള്ള 20 ഗോപുരങ്ങൾ കണ്ടുപിടിച്ചു. വലിയ ഇങ്ങനെ ഒരു റൗണ്ട് ചെയ്ത് മുകളിലോട്ട് പോകുന്നതോറും അതിന് വീതി കുറഞ്ഞ് മുകളിലോട്ട് പോവുകയാണ്. അതിന്റെ മുകളിലത്തെ ഭാഗം പണി തീർന്നിട്ടില്ല. അത് പണിതുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഭാഷ കലക്കി അത് ഇട്ടിട്ട് പോയി. ഇത് ഓർക്കണം, അതിന്റെ മുകളിൽ വശം പണി തീർന്നിട്ടില്ല. ഞാൻ അതിന്റെ കാരണം പിന്നെ പറയാം, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് ചിന്തിക്കാം. ആ ഗോപുരമാണ് സിഗുററ്റ്. എന്നാൽ എന്തിനാണ് ഇവർ മുകളിലോട്ട് പണിതത്? നമ്മൾ ചിന്തിക്കുന്ന പോലെ സ്വർഗത്തിലൊന്നും കയറാനല്ല, സ്വർഗത്തിലൊന്നും കയറത്തില്ലെന്ന് അവർക്കറിയാം. എന്നാൽ അവരത് പണിതത് അവർ നക്ഷത്രങ്ങളെ നോക്കാൻ. അവിടെ നിന്നാണ് നമ്മളിന്ന് പത്രങ്ങളൊക്കെ കാണുമല്ലോ, നക്ഷത്ര വാരഫലമോ ഇങ്ങനൊക്കെ കാണാമല്ലോ. ഇത് മുഴുവൻ തുടങ്ങുന്നത് ഈ ബാബിലോണിൽ നിന്നാണ്. ഞാൻ 2 വാക്യം പറയാം, ഒന്ന് വായിക്കണേ. 1 യെശയ്യാപ്രവചനം 47-ാം അധ്യായം എന്നെടുത്തേ. യെശയ്യാപ്രവചനം 47-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ആരെ കുറിച്ചാ പറയുന്നത് നോക്കിയേ. ബാബേൽ പുത്രിയോട് പറയുകയാണ്. 5-ാം വാക്യം, രാജ്യങ്ങളുടെ തമ്പുരാട്ടി, ലേഡി ഓഫ് ദ കിങ്ഡം, സാമ്രാജ്യങ്ങളുടെ മാതാവെന്ന് വിളിക്കില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ മാതാവ് കുഞ്ഞുകൂടെ നിൽക്കുന്ന ചിത്രം? എത്രയോ മതങ്ങളിൽ, എത്രയോ രാജ്യത്ത്, ഏതെല്ലാം വിധത്തിലാണ് ഈ അമ്മയും കുഞ്ഞിനെയും ആരാധിക്കുന്നത്. അതിൻ്റെ മറ്റു വിശദീകരണം ഞാൻ എടുക്കുന്നില്ല. നിമ്രോദിന്റെ ഭാര്യയായിരുന്നു സമീറേസ്. സമീറേസിന് ഒരു കുഞ്ഞുണ്ടായി. അവള് ദുർനടപ്പ് നടത്തി അവൾക്കുണ്ടായ കുഞ്ഞ്. അവള് പറഞ്ഞു, യേശുക്രിസ്തു ജനിച്ച പോലെ അത്ഭുതകരമായി ഉണ്ടായതാണ്. ആ അമ്മയും കുഞ്ഞിനെയും ആരാധിക്കാൻ തുടങ്ങി. ലോകത്തിൽ ആഗോളം അമ്മയും കുഞ്ഞിനെയും ആരാധിക്കുന്ന ചിത്രം കാണാം. ഇനി ആ അധ്യായത്തിന്റെ 12-13 വാക്യം നോക്കിയേ. 12-13 വാക്യം. ബാല്യം മുതൽ അധ്വാനിച്ച് നീ മന്ത്രം ചെയ്യുന്നു. താഴോട്ട് വായിച്ചോ. ക്ഷുദ്രത്തിന്റെ പെരുപ്പം തീർന്നില്ല. നിന്റെ ആലോചന ബാഹുല്യം കൊണ്ട് നീ വളർന്നിരിക്കുന്നു. ജ്യോതിഷക്കാരും നക്ഷത്രം നോക്കുന്നവരും നിനക്ക് വരുവാനുള്ള മാസാന്തരം അറിയിക്കുന്നവരും. കണ്ടോ, ജ്യോതിഷക്കാര്, നക്ഷത്രം നോക്കുന്നവര്, മന്ത്രം ചെയ്യുന്നവര്, ആകാശത്തിന്റെ നക്ഷത്രം നോക്കുന്നവര്, നീ ബാല്യം മുതൽ അത് ചെയ്തു തുടങ്ങി. ഇവര് ഗോപുരം പണിതത് നക്ഷത്രങ്ങളെ നോക്കി, നക്ഷത്രങ്ങളെ 12ആയി തിരിച്ചിട്ട്
ഈ നക്ഷത്രങ്ങളാണ് മനുഷ്യന്റെ ഭാവിയെ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞ് സോഡിയാക്ക് എന്നൊക്കെ പറഞ്ഞ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തു. എവിടുന്നാ തുടങ്ങിയത്? ഈ ബാബിലോണിൽ നിന്നാണ്. നീ ബാല്യം മുതൽ അത് ചെയ്തു തുടങ്ങി. മന്ത്രവാദങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ. സിസ്റ്ററെ, വേറൊരു വാക്യമെടുത്ത് യെരമ്യാ 51 എടുത്ത്, ബാല്യം മുതൽ നീ ഇത് ആരംഭിച്ചു. യെരമ്യാ 51 7 വാക്യം ബാബേലിനെ കുറിച്ച് പറയുന്ന വാക്യമാണ്. യെസ്, ബാബേൽ യഹോവയുടെ കയ്യിൽ സർവ്വഭൂമിയെയും ലഹരി പിടിപ്പിക്കുന്ന പൊൻപാത്രമാകുന്നു. സർവ്വഭൂമിയെയും യെരമ്യാ 51 7 വാക്യത്തിൽ ബാബേൽ യഹോവയുടെ കയ്യിൽ സർവ്വഭൂമിയെയും ലഹരി പിടിപ്പിക്കുന്ന പൊൻപാത്രമായിരുന്നു. ജാതികൾ അതിലെ വീഞ്ഞു കുടിച്ചിട്ട് അവർക്ക് ഭ്രാന്ത് പിടിച്ചു. യെസ്, വെളിപ്പാട് 17:4 നമ്മൾ വായിക്കുന്നു, അവളുടെ കയ്യിൽ ഒരു സ്വർണ്ണ പാനപാത്രമുണ്ട്. ആ സ്വർണ്ണ പാനപാത്രം ഭൂവാസികളെ മത്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. മത്ത് പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സുബോധം നഷ്ടപ്പെടുത്തുകയാണ്, ഇൻടോക്സിക്കേഷൻ. ഈ മതസംഹിതകളിലായിപ്പോയവർക്ക് കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ സാധിക്കാതെ അവർക്കൊരു ഇൻടോക്സിക്കേഷൻ ഉണ്ട്. എന്നെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഈ 17-ാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നു. അതിൻ്റെ 9-ാം വാക്യത്തിൽ മല തലയേഴും സ്ത്രീയിരിക്കുന്ന 7 മലയാകുന്നു, അവ 7 രാജാക്കന്മാരുമാണ്. ഞാനൊരു പഠനം നടത്തി, പക്ഷേ ആ പഠനം അവതരിപ്പിക്കാൻ ഇനിയുള്ള സമയത്ത് നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞു പോകാം. 7 സാമ്രാജ്യങ്ങൾ. ആദ്യത്തേത് ഈജിപ്ഷ്യൻ എംപയർ, രണ്ടാമത്തേത് അസിറിയൻ എംപയർ, മൂന്നാമത്തേത് ബാബിലോണിയൻ എംപയർ, മേദി പേർഷ്യൻ എംപയർ, ഗ്രീക്ക് എംപയർ, റോമൻ എംപയർ. നോക്കുക, റോമൻ എംപയർ വീണ ശേഷം വീണ്ടും റോമൻ എംപയറിന്റെ നവോത്ഥാനം ഉണ്ടാകും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ 7 സാമ്രാജ്യങ്ങളും മന്ത്രവാദത്തിന്റെ കേന്ദ്രമായിരുന്നു. ഞാൻ വാക്യങ്ങൾ എടുത്തു തരാം. ഈജിപ്തില് നടന്നത് നമുക്കറിയാം. ഫറവോന്റെ മന്ത്രവാദികൾ, അവരുടെ പേര് പുതിയ നിയമത്തിലേ നമ്മൾ കാണുന്നുള്ളൂ, എന്നോസും എംബ്രോസും. പഴയ നിയമത്തിൽ അവരുടെ പേരില്ല. എന്നോസും എംബ്രോസും മോശയോട് എതിർത്ത് നിന്നു. പുതിയ നിയമത്തിൽ മാത്രമേ ആ പേര് കാണുന്നുള്ളൂ. അവരാണ് വടിയിട്ട് പാമ്പാക്കിയത്. അവർ മന്ത്രവാദികളാണ്. അതിന് ശേഷം വന്ന അശൂർ എംപയർ. നിനവേ എന്ന് പറയുന്ന പട്ടണമാണ് അസിറിയൻ എംപയറിന്റെ ക്യാപിറ്റൽ. ഒറ്റ വാക്യം ഒന്ന് വായിക്കാം, എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നഹൂം പ്രവചനം 3:4 നോക്കിയേ. നഹൂം പ്രവചനം 3:4. നഹൂം പ്രവചനം 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. ക്ഷുദ്രപ്രയോഗം കൊണ്ട് വംശങ്ങളെയും വിൽക്കുന്നവളായി ക്ഷുദ്രനൈപുണ്യവും സൗന്ദര്യമുള്ള വേശ്യയുടെ പരസംഗ ബഹുത നിമിത്തം തന്നെ ഇങ്ങനെ ഭവിച്ചത്. ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നു. ആരാണ്? അസിറിയൻ എംപയറിന്റെ തലസ്ഥാനമായ നിനവയെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ബാബിലോൺ എംപയറിൽ ഈ ക്ഷുദ്രപ്രയോഗം, ഈ ആസ്ട്രോളജിയൊക്കെ. രണ്ടാമത് വന്ന അസിറിയൻ എംപയറിൽ ഇത് വായിക്കുന്നു. മൂന്നാമത് വന്ന ബാബിലോൺ എംപയർ നമ്മളെടുത്ത് പറയേണ്ട കാര്യമില്ല. അവിടെയുള്ള വിദ്വാൻമാരെ കുറിച്ചൊക്കെ വായിക്കുന്നു. ഈ വിദ്വാൻമാരും ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവരുമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നീടുള്ള ഓരോ സാമ്രാജ്യവും നമ്മൾ ആലോചിക്കണം, ദൈവത്തിന് വിരോധമായി പൈശാചികന്റെ തന്ത്രങ്ങളാണ്. അവസാനം വരുന്ന, ഇനിയും നവോത്ഥാനം പ്രാപിക്കുന്ന ഈ റോമൻ സാമ്രാജ്യം, അവൻ ഭരണം ആരംഭിക്കുമ്പോൾ വെളിപ്പാട് ദിവസം 13-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, അന്തിക്രിസ്തുവിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. ആരാണ് ഈ മഹാസർപ്പം? 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പം. കർത്താവ് പറഞ്ഞു, സർവഭൂമിയും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്. നമ്മൾ ആദ്യത്തെ ദിവസം ഇറാനെ കുറിച്ച് നമ്മൾ എടുത്തപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ വിശദമായി ചിന്തിച്ചു. ഞാൻ അതിലേക്ക് പോകുന്നില്ല.
ലോകം ദുഷ്ടന്റെ അധീനതയിലും, ദുഷ്ടൻ സകലവും നിയന്ത്രിച്ച് ദൈവത്തിനും ദൈവിക വ്യവസ്ഥിതിക്കും എതിരായി പ്രവർത്തിക്കുന്ന അവസാനം നമ്മൾ കണ്ടതുപോലെ അന്തിക്രിസ്തുവിനും ഈ പൈശാചിക ശക്തി അവൻ പകർന്നു കൊടുക്കും. മാത്രമല്ല, കള്ളപ്രവാചകൻ, മതനേതാവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാനിടയായി മാറും. അദ്ദേഹം ഈ മൃഗത്തിൻ്റെ പ്രതിമയുണ്ടാക്കാൻ പറയും. ഞാൻ വിശ്വസിക്കുന്നു, റോം ഇന്നും ചിലരെ വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കുമ്പോൾ ലോകത്തിലാകമാനം അവരുടെ ചിത്രങ്ങളും ബിംബങ്ങളും ഒക്കെ ഉണ്ടാക്കും. യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനം ഈ എതിർ ക്രിസ്തുവും നടക്കുന്നതായിട്ട് പറയും. നിങ്ങൾ സക്കറിയ പ്രവചനം 11:17 വായിക്കുമ്പോൾ അവനെ കൊല്ലാൻ ആളുകൾ ശ്രമിക്കും, എതിർ ക്രിസ്തുവിനെ. അവൻ്റെ ഒരു കണ്ണും ഒരു കൈയും പ്രശ്നമായി മാറും. അവൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും, ഒരു കൈ വരണ്ടും പോകും. അത് അസാസിനേഷൻ അറ്റംപ്റ്റാണ്. സക്കറിയാവ് 11:17 വാക്യം. ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ച് കളയുന്ന തുമ്പുകെട്ട ഇടയൻ അയ്യോ കഷ്ടം. അവന്റെ ഭുജത്തിനും വലങ്കണ്ണിനും വരൾച്ച. അവന്റെ ഒരു ഭുജത്തിനും വലങ്കണ്ണിനും വരൾച്ച വരും. അവന്റെ ഭുജം അശേഷം വരണ്ടു, വലങ്കണ്ണ് അശേഷം ഇരുണ്ടു പോകട്ടെ. എന്നാൽ ഈ കള്ളപ്രവാചകൻ പറയും, ഇവൻ മരിച്ചുപോയി. അതാണ് ഇവിടെ വായിക്കുന്നത്. നമ്മൾ വായിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ 17-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ഭൂമിയിൽ വസിക്കുന്നവരെ കബളിപ്പിക്കുന്നത് വാളാൽ മുറിവേറ്റിട്ടും അതിൻ്റെ 14-ാം വാക്യത്തിൽ വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് എന്ന് പറഞ്ഞാൽ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തതുപോലെ എതിർ ക്രിസ്തു മരിച്ചുപോയി, അവൻ എഴുന്നേറ്റു, അവന്റെ പ്രതിമയുണ്ടാക്കാൻ പറയും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ അവനെ വിശുദ്ധനായിട്ട് റോം പ്രഖ്യാപിക്കുമ്പോൾ ആഗോളമായി അവനെ ആരാധിക്കും. എനിക്ക് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല പ്രിയപ്പെട്ടവരെ. ഞാനിവിടെ നിർത്തുകയാണ്. ഞാൻ ഏകലോക ഗവൺമെൻറ്റിനെ കുറിച്ച് എടുക്കണമെന്ന് വിചാരിച്ചു. ഞാൻ തൊട്ടിട്ട് പോലുമില്ല, തൊടാൻ നിവൃത്തിയില്ല. പക്ഷേ ദൈവത്തിന് ഇത് പറഞ്ഞാൽ മതിയെന്ന് ഒരുപക്ഷെ തോന്നിക്കാണും. നമ്മൾ ജീവിക്കുന്ന ഇന്ന്, ഞാൻ നിങ്ങൾ ജീവിക്കുന്ന കേരളത്തിൽ നിന്ന് നമ്മൾ കണ്ടതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ മഠത്തിൽ നിന്ന് പോപ്പിൻ്റെ അടുക്കൽ പോയി സർവമതത്തിൻ്റെ മീറ്റിങ്ങുകൾ നടത്തി ഒരേക ലോകം മതത്തിനു വേണ്ടി കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കണ്ടതുപോലെ ശിവഗിരി മഠത്തിൽ 3 മതങ്ങൾക്കുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ പോപ്പ് ആശീർവദിച്ച് കഴിഞ്ഞു. അതിൻ്റെ പടങ്ങളൊക്കെ പത്രത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഓർക്കണം, അബുദാബിയിലെ 3 വൻ മതങ്ങളുടെ ഒന്നിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് കെട്ടിടം ഉണ്ടാക്കി കഴിഞ്ഞു. ഏകലോക മതം ഉണ്ടാകുമെന്നുള്ളത് ഒരിക്കൽ നേരത്തെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിപ്പാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം പ്രൊട്ടസ്റ്റന്റ്സ്, കാത്തലിക് ചർച്ചുകൾ ഒരിക്കലും ഒന്നിക്കുകയില്ലായിരുന്നു. എന്നാൽ ഇന്ന് അതൊന്നിക്കുന്നു. ഇതൊരു കാര്യം മനസ്സിലാക്കി തരുന്നു, ദൈവസഭ മാറാൻ സമയമായി. സ്തോത്രം. ഏത് സമയത്തും യേശുക്രിസ്തുവിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ഇവിടെ നിന്നും മാറും. അവർ മാറിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ മതങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ലോകത്തിൻ്റെ സമാധാനത്തിനും സ്വൈര്യതയ്ക്കും സാഹോദര്യത്തിനും വേണ്ടി ഇന്ന് നടക്കുന്ന ഈ പ്രവണത, ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും കത്തോലിക്കരും എല്ലാം കൂടെ ഒരേക മതത്തിലേക്ക് വരും. ആ മതം ഏക ഗവൺമെന്റ് ഉണ്ടാക്കാൻ എല്ലാ പിന്തുണയും കൊടുത്ത് എതിർ ക്രിസ്തു ഒരേക ഭരണകർത്താവായി സ്വച്ഛാധിപതിയായി തീരും. അത് സംഭവിക്കാൻ എല്ലാം ഒരുക്കപ്പെട്ടു എന്നുള്ളത് പ്രിയപ്പെട്ടവരോട് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. എത്ര ഗൗരവമേറിയ ഒരു ദിവസമാണ്. ഓരോ ദിവസവും ഓരോ നിമിഷവും നടക്കുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോഴും ദൈവത്തോടുള്ള പ്രാർത്ഥന, കർത്താവേ, ഒരു നിമിഷം നീ തന്നാൽ, ഒരു ദിവസം നീ തന്നാൽ, ആ ദിവസം നീ ആഗ്രഹിക്കുന്ന പോലെ നിന്റെ ഇഷ്ടം എന്താണോ അത് മാത്രം ചെയ്യണം. നിന്റെ മഹത്വം ഉണ്ടാകണം. ഒരു മഹത്വം എനിക്ക് വേണ്ട, ഒരു ലക്ഷ്യവുമില്ല. നിനക്ക് മഹത്വം ഉണ്ടാകണം. ആളുകളെ രക്ഷയിലേക്ക് കൊണ്ടുവരണം.
ആളുകളെ കർത്താവിനോട് അടുപ്പിക്കണം. അത് മാത്രമേ ലക്ഷ്യമുള്ളൂ. അതിന് എന്തെല്ലാം ചെയ്യാൻ കഴിയും? ഇനിയും ജീവനുള്ളിടത്തോളം ദിവസം അത് ചെയ്ത് അവസാനിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കിനി എത്ര നാളുണ്ടെന്ന് അറിയില്ല. കാർമേഘം പൊങ്ങിക്കഴിഞ്ഞു. ഈ ലോകത്തോടുള്ള ആർത്തിയൊക്കെ തീരണം. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇസ്രായേലിന് ദൈവം ഒരു കൽപ്പന കൊടുത്തു. നിങ്ങൾ ദേശം എങ്ങനെ വിൽക്കണം? ജൂബിലി ഇയർ എന്ന് പറഞ്ഞൊരു വർഷമുണ്ട്. ലേവ്യർ 25 50 വർഷം കൂടുമ്പോൾ കാഹളം ധ്വനിപ്പിക്കും. ജൂബിലി കാഹളം ധ്വനിപ്പിക്കും. ഈ 50 വർഷം ആകുമ്പോൾ ജൂബിലി ധ്വനിപ്പിക്കുമ്പോൾ ആരുടെയൊക്കെ ഭൂമി വിറ്റുപോയിട്ടുണ്ടോ ആ ഭൂമിയൊക്കെ തിരിച്ച് ഉടമസ്ഥന് പോകും. ദൈവം ഒരു കൽപ്പന കൊടുത്തു. നിങ്ങൾ ജൂബിലി വർഷം അടുത്തിരിക്കുകയാണ്. ഇനി കാഹളം ധ്വനിക്കാൻ 2 വർഷം കൂടെ ഉള്ളൂ. ആ ഭൂമി വിൽക്കുമ്പോൾ 2 വർഷത്തിന്റെ വിളവിന്റെ വിലയെടുക്കാം. എന്നാൽ വർഷങ്ങൾ ഏറിയിരുന്നാൽ ഞാനൊരു ഭൂമി മേടിക്കുമ്പോൾ ഏതാണ്ട് 45 വർഷം കൂടെ ഉണ്ട് ഇനി ജൂബിലി ഇയറിന്. ആ 45 വർഷത്തിന്റെ വില കൊടുക്കാം. ഞാൻ പറയട്ടെ, ആ കാഹളം ധ്വനിപ്പിക്കുമ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും. നഷ്ടപ്പെട്ട പിതാക്കന്മാർ അടിമകളായവരെ തിരിച്ചു കിട്ടും. നഷ്ടപ്പെട്ട ഭൂമിയൊക്കെ തിരിച്ചു കിട്ടും. നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നത് ഈ ജൂബിലി ഇയറിന് വേണ്ടിയാണ്. തൻ്റെ ജനത്തിന് എല്ലാം യഥാസ്ഥാനപ്പെടുത്തി കൊടുത്ത് അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ഉണ്ടാകാൻ പോവുകയാണ്. തിരുവചനത്തിൽ വായിക്കുന്നു, അവൻ നമുക്ക് വേണ്ടി മുമ്പ് കൂട്ടി പ്രവേശിച്ചു സ്വർഗത്തിൽ. ഇംഗ്ലീഷിൽ അത് ഞാൻ വായിച്ചപ്പോൾ ആനന്ദം കൊണ്ട് ഹൃദയം തുള്ളിച്ചാടി. അവിടെ വായിക്കുന്നത് he has entered into heaven as a forerunner. ഫോർറണ്ണർ എന്നാണ്. ആരാ ഈ ഫോർറണ്ണർ എന്നറിയാമോ? സ്നാപക യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ ഫോർറണ്ണർ ആയിരുന്നു. ഞാനിങ്ങനെ പറയാറുണ്ട്, അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിലോട്ട് വരണമെങ്കിൽ അദ്ദേഹം പ്ലെയിൻ കയറി നേരെ വരത്തില്ല. അദ്ദേഹം വരുന്നതിന് മുമ്പ് ചിലരിവിടെ വരും. അദ്ദേഹത്തിൻ്റെ ഭക്ഷണം, അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി, അദ്ദേഹത്തിൻ്റെ താമസം എല്ലാം ക്രമീകരിക്കുന്ന ചിലർ വരും. അവരുടെ പേര് ആ ഫോറണ്ണേഴ്സ്. എബ്രാലേനും 6-ാം അധ്യായത്തിൽ യേശുക്രിസ്തു നമ്മുടെ ഫോറണ്ണറായി സ്വർഗത്തിൽ കയറി. അവിടെ ചെന്നവൻ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവൾ പുറകെ വരുന്നുള്ളൂ, അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീടൊരുക്കുന്നത്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളെ സുരക്ഷിതമായി നമ്മളെ സന്തോഷത്തിലാക്കുവാൻ, അവൻ കൃപയുടെ അത്യന്ത ധനം നമ്മളെ കാണിപ്പാൻ അവൻ അവിടെ പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വീടൊരുക്കുകയാണ്, അതൊരുങ്ങിക്കഴിഞ്ഞാൽ ഞാൻ മടങ്ങി വരും. പക്ഷേ അവനെ അവിടെ മഹത്വീകരിച്ചെങ്കിൽ, അവനവിടെ തേജസ്കരിക്കപ്പെട്ടെങ്കിൽ, അവൻ പ്രതികരിക്കുന്ന, അവൻ ആർക്കു വേണ്ടി പ്രവേശിച്ചോ അവരവിടെ ചെല്ലുമ്പോൾ എത്രയധികം തേജസ്കരിക്കപ്പെടും. സ്തോത്രം. നമ്മൾ അനുഭവിക്കാൻ പോകുന്ന നന്മകൾ ചിന്തിച്ചാൽ തീരത്തില്ല. ആ കൃപയുടെ അത്യന്ത ധനമെന്ന് കാണും. അത് അടുത്തു കഴിഞ്ഞു എന്ന് നമുക്കറിയാം. യെസ്, നമുക്ക് ഉള്ള ഓരോ ദിവസവും ഈ കർത്താവിന് വേണ്ടി വീണ്ടെടുത്ത് പ്രാർത്ഥനയിലും ദൈവജന പഠനത്തിലും മറ്റുള്ളവരോട് ഈ കർത്താവിനെ കുറിച്ച് പറഞ്ഞു നമ്മുടെ സമയങ്ങൾ വിലപ്പെട്ടതായി സൂക്ഷിക്കാം. ദൈവത്തിന് നമുക്ക് കൃപയും പരിജ്ഞാനവും തരട്ടെ. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാതുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊരു സഭയുടെ അംഗമായിരിക്കാം. നമ്മുടെ പ്രാരംഭത്തിൽ ഓർത്തതുപോലെ ഞാൻ ഇന്നതൊക്കെ ചെയ്തു എന്നുള്ളതല്ല. നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടോ? ആ കർത്താവിൻ്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ, നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ നിങ്ങൾ പോകില്ല. അതുകൊണ്ട് നിങ്ങളുടെ രക്ഷയെ നിങ്ങൾ ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ച്, കഷ്ടം അനുഭവിച്ച്, വേദന അനുഭവിച്ച്, മരണം അനുഭവിച്ച് നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തന്ന കർത്താവിനെ നിങ്ങളുടെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. ഈ ഹാസ് ഗിവൺ അതോറിറ്റി എന്നാണ്. ആ അധികാരം ഇന്നുമുണ്ട്. യേശുക്രിസ്തുവിനെ അംഗീകരിച്ചാൽ നിങ്ങളൊരു ദൈവ ഇതിലാകും. ദൈവം അതിന് നിങ്ങളെ ഇടയാക്കട്ടെ. ആരെങ്കിലും രക്ഷിക്കപ്പെടാതുണ്ടെങ്കിൽ രക്ഷിക്കപ്പെടുക. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഉണർന്ന് കഴിഞ്ഞ നാളുകളെക്കാട്ടിൽ
യേശുക്രിസ്തുവിനോട് അടുത്ത് ജീവിക്കാം. ദൈവം ഇടയാക്കട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കിടന്നു പാടുപേടുന്ന എനിക്കെപ്പോഴെൻ്റെ മോക്ഷവീട്ടിൽ ചെന്നു ചേർന്നിടാം. സർഗഭാഗ്യം എത്രയോഗ്യം ആർക്കു വർണ്ണിക്കാം. ആദിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറും.